തവനൂർ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ കീഴിൽ രാജ്യത്തെ 455ാമത്തെയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3ാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MP അബ്ദുസമദ് സമദാനി MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നതുവഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചുവെന്നും അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്റ്റ് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ഓപ്പണാണ്. അതിനുവേണ്ടി ജോയും ശ്രീ ആബദ് ഹുസൈൻ തങ്ങളവർകളും അബൂബക്കറും നൗഷദലിയും എല്ലാം അതിനുവേണ്ടി ഇനി അഹോരാത്രം പണിയെടുക്കണം. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ, കുറ്റിപ്പുറം, തൃശ്ശൂർ അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്. ഇവരത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ച് കൊടുത്തല്ലാതെ ഇവരെ ഇനി അടുപ്പിക്കരുത്. നിങ്ങൾ അത്രയും കൂടി ചെയ്യണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. തവനൂർ കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും വൃക്ഷത്തൈ വിതരണം ചെയ്യുകയും ചെയ്തു. MLA-മാരായ VS ജോയ്, KP നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബിനോയ് ജോർജ്, കോഴിക്കോട് നോർത്തേൺ റീജിയണൽ പോസ്റ്റൽ സർവീസസ് ഡയറക്ടർ VB ഗണേഷ് കുമാർ, തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, വാർഡ് മെമ്പർ PT ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ K അരുൺ മോഹൻ സ്വാഗതവും തിരൂർ പോസ്റ്റൽ ഡിവിഷൻ സൂപ്രണ്ട് MK ഇന്ദിര നന്ദിയും പറഞ്ഞു.